കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ഇത്തവണ എന്തുവില കൊടുത്തും തിരിച്ചുവരവിനുള്ള നീക്കങ്ങളാണ് പാർട്ടി നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി ചിട്ടയുടെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തിരിച്ചുവരാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇതും തങ്ങൾക്ക് ഗുണമാണെന്നും നേതൃത്വം കരുതുന്നുണ്ട്. മികച്ച നേതാക്കളെ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. യുവാക്കളും പരിചയസമ്പന്നരായ നേതാക്കളും ഉൾപ്പെടുന്നതായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോഴിതാ പ്രായാധിക്യം കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കളെയടക്കം തിരികെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, N ശക്തൻ തുടങ്ങിയ നേതാക്കളെല്ലാമാണ് നേതൃത്വം പരിഗണിക്കുന്നതത്രേ. മുതിർന്ന നേതാക്കൾ യുവാക്കൾക്ക് വേണ്ടി പിന്മാറണമെന്ന ചർച്ചകൾ K മുരളീധരനെ പോലുള്ള നേതാക്കൾ ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ കൂടി ഇറങ്ങണമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് നിലവിൽ കുറവ് സീറ്റുകളുള്ള ജില്ലകളിലാണ് ഈ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കോൺഗ്രസ് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. മുൻപ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴെല്ലാം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മുല്ലപ്പള്ളി ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. 16 വർഷം VM സുധീരൻ MLA ആയിരുന്ന മണ്ഡലമാണ് തൃശൂർ. CPI നേതാവ് P ബാലചന്ദ്രനാണ് തൃശൂരിലെ നിലവിലെ MLA. സുധീരൻ തൃശൂരിൽ ഇറങ്ങിയാൽ വീണ്ടും മണ്ഡലം തിരികെ പിടിക്കാമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ട നാടാർ വോട്ടുകൾ തിരികെ പിടിക്കാനാണ് N ശക്തനെ ആലോചിക്കുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരനും കൂടി ഇറങ്ങുന്നതോടെ ജില്ലയിൽ കോൺഗ്രസ് മൊത്തത്തിൽ നേട്ടം കൊയ്യാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു.